എല്ലാവർക്കും നമസ്കാരം. അപ്പം നമ്മുടെ അടുത്ത ഊട്ടി വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഏകദേശം 6 മണി കഴിഞ്ഞു. അപ്പോൾ നേരെ നമ്മൾ ഊട്ടിയിലെ ടൗണിലേക്ക് പോവാണ്. കുറച്ച് അതിമനോഹരമായ രാത്രി കാഴ്ചകൾ കാണാനുള്ള ഒരു യാത്രയിലാണ്. ഇത് ചോളവും കടലയാണ്. കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ. നമ്മൾ അവിടെ നമ്മൾ ഹോട്ടലിന് മുന്നിൽ നിൽക്കുമ്പോൾ നമ്മൾ ലേക്ക് താഴെ കാണും. നമ്മൾ ഈ നൈറ്റിലെ ലേക്കിന്റെ വ്യൂ കണ്ടോണ്ടിരിക്കുന്നത്. ഇഷ്ടപ്പെട്ട സ്ഥലല്ലേ? ലേക്ക് വ്യൂ ആണ് നമ്മൾ ഈ നൈറ്റിലെ ലേക്ക് സൈഡിലെ നൈറ്റ് ലൈഫാണ് നമ്മളിപ്പോൾ കണ്ടോണ്ടിരിക്കുന്നത്. അതായത് നമ്മൾ ഈ ഓസ്ട്രേലിയ തണുപ്പാണ്, ഊട്ടിയിൽ തണുപ്പാണ്. പക്ഷേ ഇത് ഊട്ടിയിലെ പേർക്ക് വേണ്ടിയല്ല, ഇത് ഓസ്ട്രേലിയ പേർക്ക് വേണ്ടിയാണ്. ഞാൻ ഈ സാധനം ഓസ്ട്രേലിയ മുഴുവൻ തപ്പി ഇങ്ങനെ ഒരു സാധനം കിട്ടാനായിട്ട് മങ്കിക്ക് ഗ്യാപ്പ് ചെവിയെല്ലാം അടിപൊളി തടക്കുന്നേ. അടിപൊളി. രാത്രി ഇങ്ങനെ നടക്കാൻ ഭയങ്കര രസമാണ്. അടിപൊളിയല്ലേ? ഭയങ്കര രസം. ഊട്ടി ബസ് സ്റ്റാൻഡ് അതൊരു വികാരം അല്ലേ? ഒരു പ്രാവശ്യം ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് രാത്രി ഊട്ടി ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയതാ. ഇവിടെ ഒരു മനുഷ്യരില്ലായിരുന്നു, പേടിച്ചു പോയി. പക്ഷേ കറക്റ്റ് മേട്ടിപ്പാളയം ബസ് കിട്ടിയത്. ഇവിടെ ഈ ബസ് സ്റ്റാൻഡിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ അടിപൊളി രസമാണ് അല്ലേ? രാത്രി നടക്കാൻ ഭയങ്കര രസം. ഇത് ഊട്ടി കോയമ്പത്തൂർ അല്ല, എനിക്കറിയാൻ പറ്റില്ല. എഴുതി വെച്ചേക്കുന്ന കോയമ്പത്തൂരിനാണെന്ന് എനിക്ക് തോന്നുന്നത്. എവിടെ ചെന്നാലും എവിടെ ചെന്നാലും നമ്മുടെ ഒരു വണ്ടി കാണുന്നേ. കേരളത്തിന്റെ വണ്ടി കണ്ണൂരിന് കിടക്കുന്നുണ്ട്. ആ കളറ് അല്ലേ? ആ കളർ യുണീക്ക് കളറാണ്. അപ്പോൾ ഞങ്ങൾ ഇന്നലെ രാത്രി നമ്മൾ വെളിയിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മളെ റൂമിൽ വന്ന് കിടന്ന് നല്ല തണുപ്പായിരുന്നു. കുഴപ്പമില്ല, അത്യാവശ്യം അല്ലേ? വലിയ കുഴപ്പമില്ലായിരുന്നു. ലയിക്കുന്ന പതുക്കെ മഞ്ഞൊക്കെ ഇങ്ങനെ പങ്കു വരുന്നു. ഇന്ന് സുപ്രഭാതമാണ്. ഇന്ന് രാവിലെ ഞങ്ങൾ നമ്മുടെ ട്രിപ്പ് ഏകദേശം ഉഷയായിട്ട് തീരാറായി. ഇവിടുന്ന് രാവിലെ നമ്മൾ നേരെ പാലക്കാട് നേരെ കോട്ടയം, അങ്ങനെ ഉദ്ദേശിക്കുന്നത്. അനുസാർ ഇടയ്ക്ക് നമ്മൾ പാലക്കാട് നിന്ന് അദ്ദേഹം കയറി, അവിടെ അദ്ദേഹം ഇറങ്ങും, ഞങ്ങൾ നേരെ കോട്ടയത്ത് പോകും. അങ്ങനെയാണ് ഞങ്ങളുടെ പരിപാടി. അപ്പോൾ ചെറിയ ചെറിയ കാഴ്ചയിലൂടെ ഉണ്ട് ഊട്ടിയിലേക്ക്. അപ്പം വെൽക്കം ടു ഊട്ടി. രാവിലെ ഒന്ന് നടക്കാൻ ഇറങ്ങിയതാണ്, ഒരു ചായ, ഊട്ടി ചായ കുടിക്കാനായിട്ട്. രാവിലെ ഒന്നും തുറന്നില്ല. ഇന്നലെ വൈകിട്ട് ഞങ്ങൾ ഇതുവരെയൊക്കെ നടന്നാണ്. അപ്പോഴൊക്കെ തുറന്നില്ല. 8-9 മണിയാകും. ഒന്ന് ഒന്ന് ഉഷാറായി വരണമെന്നുണ്ടെങ്കിൽ വണ്ടികളൊക്കെ പോകുന്നുണ്ട്. ഫോട്ടോയോ അങ്ങനെ സംഭവങ്ങളൊന്നും. ചെറിയ ചായക്കടകൾ തുറന്നിട്ടുണ്ട്. എന്തെങ്കിലും ഒരു ചായ കുടിക്കാം. രാവിലെ ഒരു ചായ കുടിക്കുകയാണ്. ആത്മാവിന് ഒരു കുളിര് കൊടുക്കാൻ. നല്ല ടീ, ചോക്ലേറ്റ് കോഫി. ഇവിടുത്തെ ചായക്കൊരു പ്രത്യേകത, അതുപോലെ മസാല, ജിഞ്ചർ ടീ ഇതെല്ലാം കിട്ടണമെങ്കിലും. അപ്പൊ അദ്ദേഹം ചായ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ചായ കുടിക്കാം. അല്ലാതെ പറയാ, ചായ കുടിച്ചു കഴിഞ്ഞാൽ ഒരു ഉന്മേഷം അല്ലേ? ഈ രാവിലെ ഇവിടുത്തെ ഏറ്റവും വലിയൊരു സംഭവമാണ് ഈ പാൽ നിലാവിലെ ഒരു പാട്ട്. അത് പാൽ നിലാവിലെ പവനിതൾ പൂക്കളേ ആലോലമാ പാടാമിനി ആരാരിരോ. പാൽ നിലാവിലെ പവനിതൾ പൂക്കളേ. അടിപൊളി അടിപൊളി. ഈ ചായയോടെ കുടിച്ച് കഴിയുമ്പോൾ വേറെ വരും. ഇപ്പൊ വേറെ കഴിക്കാം. രാവിലെ ചായ കുടിച്ചു, ഹോട്ടലിൽ വന്നു, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോവാണ്. ഇഡലി ഇവരുടെ അല്ലേ അടിപൊളി സംഭവം. കൊള്ളാം, കഴിക്കാം. അപ്പം ഞങ്ങൾ ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്തു. ഇനി നേരെ ഈ പറഞ്ഞ കണക്ക് നമുക്ക് ഒരു റെയിൽവേ സ്റ്റേഷനൊക്കെയാണ്, ലൗഡേൽ. അതുവഴി ഒന്ന് കയറി ഇറങ്ങി നേരെ മേട്ടിപ്പാളയം വഴി കോയമ്പത്തൂർ, പാലക്കാട്, തൃശ്ശൂർ, കോട്ടയം.
വണ്ടി ഓടിച്ച് എത്തി നിൽക്കുന്ന ഊട്ടിയിലെ ലൗഡേൽ സ്റ്റേഷനിലാണ്. വളരെ മനോഹരമായ ഒരു സ്റ്റേഷനാണ് ഈ ഊട്ടി ലൗഡേൽ എന്ന് പറയുന്നത്. ആ പേര് കൊണ്ട് തന്നെ അനർത്ഥമാക്കുന്ന ഒരു സ്റ്റേഷനാണ്. പിന്നെ ഏകദേശം ഊട്ടിയിൽ നിന്ന് 6 കിലോമീറ്റർ അകലെയാണ് ഈ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. പിന്നെ ഇവിടെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ പ്ലാറ്റ്ഫോം ടിക്കറ്റ്, ടൂറിസ്റ്റുകൾ ഒത്തിരി പേര് വരുന്നതുകൊണ്ട് പ്ലാറ്റ്ഫോം ടിക്കറ്റ് അവർ വെച്ചിട്ടുണ്ട്. പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ഇവിടെ പ്ലാറ്റ്ഫോമിൽ പ്രവേശിക്കാൻ അനുവാദമുള്ളൂ. പിന്നെ അതുകൂടാതെ ഇപ്പോൾ ഒരു ട്രെയിൻ വരുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ്, അതിനുള്ളൊരു വെയിറ്റിങ്ങിലാണ്. ഇത് ഊട്ടിയിൽ നിന്ന് കുന്നൂർ പോകുന്ന അല്ലേ? കുന്നൂർ വരെ പോകുന്നുള്ളൂ. അതൊരു ടൂറിസ്റ്റ് ട്രെയിനാണ്. പക്ഷെ ഇപ്പോഴും അത് ഡീസലാണ്. പക്ഷെ മറ്റേ കൽക്കരി ആയിരുന്നു അടിപൊളിയായിരുന്നു അല്ലേ? കൽക്കരി ഇങ്ങോട്ട് തിരിച്ചു ഏതായാലും സംഭവം കൊള്ളാം, അടിപൊളി, നല്ല രസമുണ്ട് കാണാനായിട്ട്. അങ്ങനെ ട്രെയിനും കണ്ട് ഇവിടെ വന്ന് കയറിയിട്ടില്ല ഇതിലായിട്ട്. എന്തെങ്കിലും ഒരിക്കൽ മേട്ടുപ്പാൾ ഊട്ടി ട്രെയിൻ സഞ്ചരിക്കണം, അതിമനോഹരമാണ് അല്ലേ? അതെ അതെ. എങ്ങനെയുണ്ട്? ഹായ്, സൂപ്പർ. സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാണ് ഞാൻ ഈ ട്രെയിൻ അടുത്ത് കാണുന്നത്. സിനിമയ്ക്കകത്ത് മറ്റേ പടത്തിനകത്തൊക്കെ കാണുന്നതല്ലാതെ ആദ്യമായിട്ടാണ് അടുത്ത് കാണുന്നത്. അടിപൊളി, സൂപ്പർ വൈബ്, അടിപൊളി, ഒന്നും പറയാനില്ല, കിടക്ക്. നമ്മൾ ഈ ലൗഡേൽ സ്റ്റേഷനിൽ നിന്ന് ഇച്ചിരി മുന്നോട്ട് നടന്നാൽ നമുക്ക് മനോഹരമായ വേറെ കുറച്ച് കാഴ്ചകൾ ഒപ്പിയെടുക്കാം. ഒന്ന്, നമ്മൾ ഈ കാണുന്ന ഒരു പോലീസ് സ്റ്റേഷന്, പിന്നെ കുറച്ച് ചെറിയ മനോഹരമായ വീടുകൾ, ഒരു പള്ളി, ഇതെല്ലാം നമുക്ക് ഇവിടെ കാണാൻ പറ്റും. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന നമുക്ക് ബ്രിട്ടീഷുകാരാണ് 1908 ഈ നീലഗിരി റെയിൽവേ നിർമ്മിച്ചത്. പിന്നെ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിലുള്ള ഒരു റെയിൽവേ സ്റ്റേഷൻ കൂടിയാണ് ഈ നീലഗിരി റെയിൽവേ. പ്രകൃതിയെയും ചരിത്രത്തെയും ഒരുമിച്ച് അനുഭവിക്കാനുള്ള മനോഹരമായ സ്ഥലമാണ് ലൗഡേൽ റെയിൽവേ സ്റ്റേഷൻ. അപ്പൊ ഞങ്ങൾ ട്രെയിനിങ് കണ്ടു. ഇനി നേരെ നമ്മള് വളവിറങ്ങി മേട്ടുപ്പാളയം, കോയമ്പത്തൂര്, കോട്ടയം അല്ലേ? പുളിയല്ലായിരുന്നു? അപ്പൊ ഞങ്ങള് ഊട്ടിന്ന് നമ്മള് ചായ കുടിച്ച് നേരെ ഇനി വീട്ടിലോട്ട് പോകുന്ന വഴിയാണ്. അപ്പം നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം അല്ലേ? അപ്പം നമ്മുടെ നല്ല അടിപൊളി ട്രിപ്പായിരുന്നു. നമുക്ക് നമ്മുടെ ഓരോരുത്തരോടും ചോദിക്കാം. അതേപോലെ നന്ദി പറയേണ്ടത് ഒന്ന് നമ്മുടെ വണ്ടി ഓടിച്ച നമ്മുടെ സാരഥി നമ്മുടെ സുനിലിന് എപ്പോഴും നമ്മളോട് ഉള്ള ആളാണ്, നമ്മുടെ സ്വന്തം ആളാണ്. അപ്പൊ സുനിൽ ഒരായിരം നന്ദി കേട്ടോ. പിന്നെ നമ്മുടെ എന്റർടൈനർ നമ്മുടെ മനോജ് വഴിപ്പടി, അദ്ദേഹം നമ്മുടെ ടൂറിന്റെ ഒരു അഭിവാജ്യ ഘടകമാണ് എപ്പോഴും അല്ലേ? അടിപൊളി. വരുന്ന ടൂറിനും നമ്മൾ പൊളിച്ചിരിക്കും. ടൂറൊക്കെ കണ്ടായിരുന്നു? പൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. ഇതിൽ കൂടുതലൊന്നും പറയാനില്ല. അടിപൊളിയാണ്. പറഞ്ഞ് പിന്നെ അത് വെറുതെ വഷളാക്കണ്ട. 4,000 പറഞ്ഞാൽ അടിപൊളി, അത്ര. ഇനി വേറൊരാളും കൂടെ ഞാൻ പെട്ടെന്ന് പരിചയപ്പെടുത്താം. നമ്മുടെ മെയിൻ സാരഥി നമ്മുടെ അനൂപ് ചന്ദ്രൻ. അദ്ദേഹത്തെ ഒരുമാതിരിപ്പെട്ട ആൾക്കാർക്കൊക്കെ ഇപ്പൊ അറിയാം. കാരണം അദ്ദേഹം ഇൻസ്റ്റഗ്രാമിന്റെ ഒരു പുലിയാണ്. ഇൻസ്റ്റഗ്രാമിൽ അദ്ദേഹത്തിന്റെ വീഡിയോസ് കണ്ടിട്ടില്ലേ? ഭയങ്കര നൊസ്റ്റാൾജിയ ഉണർത്തുന്ന, അതെ, അറിയാൻ മേലാത്ത ആരെങ്കിലും ആസ്വദിക്കാൻ പറ്റുന്ന കുറെ വീഡിയോസ്. അതെ, നമ്മുടെ തനതായ കേരളത്തിന്റെയും ഒക്കെ. അപ്പൊ അദ്ദേഹത്തിന്റെ ആ
ഇൻസ്റ്റഗ്രാമിന്റെ ഒക്കെ ലിങ്ക് യൂട്യൂബിന്റെ ഒക്കെ നമ്മുടെ ഇതിന് ചാനലിൽ അഴി കൊടുത്തേക്കാം. ആരെങ്കിലും ഇനിയും കയറി നോക്കാത്തവരുണ്ടെങ്കിൽ പോയി നോക്കുക അല്ലേ. അപ്പൊ അനുസാറാണ് ഒരുമാതിരിപ്പെട്ട നമ്മുടെ വിഷ്വൽസ് ഒക്കെ ക്യാപ്ചർ ചെയ്തത്. അപ്പൊ അദ്ദേഹത്തോട് 1000 നന്ദി പറയുന്നു. നിങ്ങളോട് 3 പേരോട് നന്ദി പറയുന്നു. അപ്പം അടിപൊളി ട്രിപ്പ് അല്ലായിരുന്നോ? ഓക്കെ. അതിന് അപ്പൊ ഇത് നിങ്ങളുടെ ഭാര്യമാരോട് നന്ദി പറയുന്നു. കാരണം നിങ്ങൾ അവരെല്ലാം ഉണ്ടെങ്കിൽ പിന്നെ അപ്പൊ എല്ലാവരും നന്ദി, വീട്ടുകാരോടൊക്കെ നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ട്രിപ്പ് ഇവിടെ അവസാനിപ്പിക്കുന്നു. അപ്പം അടുത്ത നല്ലൊരു വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.